ഇവിടെ നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കൂടിക്കലരുന്നതിന്റെ അപകടം എന്ന് പറയും. ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകളും പുരുഷന്മാരും അവരുടെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഫിത്രത്തിൽ തന്നെ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണത്. സ്ത്രീകൾക്ക് പുരുഷന്മാരോടുള്ള ആകർഷണവും പുരുഷന്മാർക്ക് സ്ത്രീയോടുള്ള ആകർഷണവും അതെല്ലാം മനുഷ്യന്റെ ഫിത്രത്തിൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യം. ആ ഒരു കാരണം കൊണ്ടാണ് ഇന്നും എന്ത് ചെയ്യുന്ന മനുഷ്യന്റെ വംശം നിലനിൽക്കുന്നത്. ഈ ഒരു ആകർഷണം പരസ്പരം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളതോടെ അല്ലാഹുവിന്റെ ഹിക്മത്ത് പ്രകാരം അല്ലാഹു നിശ്ചയിച്ചതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാ കാര്യത്തെ സംബന്ധിച്ചും കൃത്യമായും സൂക്ഷ്മമായും അറിവുള്ളത് കൊണ്ട് തന്നെ ആണുങ്ങൾ പുരുഷന്മാർ ഇങ്ങനെയാണ്, അവന്റെ ഫിത്രത്ത് ഇങ്ങനെയാണ്, അവൻ ഈ രൂപത്തിലാണ് ഒരു സ്ത്രീയെ കാണുമ്പോൾ ചിന്തിക്കുക, അവന്റെ മനസ്സിൽ കടന്നു വരിക ഇത്തരം ചിന്തകളാണ് എന്നൊക്കെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. അതേപോലെ തന്നെ സ്ത്രീകൾക്കും അവരുടെ അന്യ പുരുഷനെ കാണുമ്പോൾ ഏതൊക്കെ രൂപത്തിലാണ് അവരുടെ മനസ്സിൽ ചിന്തകൾ വരിക, ഏതൊക്കെ രൂപത്തിലാണ് അവർ ആ ചിന്തകൾ പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുക, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനുൽ ഇസ്ലാമിൽ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്നതുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരുപാട് വിധിവിലക്കുകളുണ്ട്. ഈ വിധിവിലക്കുകൾ പാലിക്കാത്ത നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാലിക്കാത്തൊരു സമൂഹം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ഇല്ലാത്തതായി ഒരു വൃത്തികൾ ഉണ്ടാവില്ല. ആ സമൂഹത്തിൽ ഇല്ലാത്തതായി ഒരു വൃത്തികൾ ഉണ്ടാവും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു നാട് ഓർമ്മയില്ല, അൾജീരിയ തോന്നുന്നു, ഫ്രാൻസിന്റെ ഭരണാധികാരി എന്താണ്, നെപ്പോളിയനോ അങ്ങനത്തെ ഒരു ഭരണാധികാരി. ആ ഭരണാധികാരി ആ ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യും. അദ്ദേഹത്തിന് ആ സൈന്യത്തെ മറികടക്കാൻ നേർക്കുനേരെ സാധിക്കുകയും അദ്ദേഹം അവിടുത്തെ ചാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സൂത്രം എന്താണെന്നറിയോ, ആ നാട്ടിലെ മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ വീടുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുക, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് എളുപ്പമാകണം. ഇത് ചരിത്രത്തിലുള്ളതാണ്. എനിക്ക് ആ വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് ഓർമ്മയില്ല. ചരിത്രത്തിൽ ഉള്ള അറിയപ്പെട്ടൊരു കാര്യമാണ്. എന്നുവെച്ചാൽ ഒരു നാട് കുട്ടിച്ചോറാക്കാൻ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും ശിഥിലമായി തീരാൻ, അവിടത്തെ കാര്യങ്ങൾക്ക് സ്ഥിരതയില്ലാതായി തീരാൻ ഉള്ള ഏറ്റവും നല്ല ഒരു കാര്യമാണെന്ത്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടകലരുക, കൂടിക്കലരുക എന്നുള്ളത്. അത് അമുസ്ലിമീങ്ങളായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് പോലും അറിയാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഒരു ചരിത്ര സംഭവം. നമുക്കറിയാം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സ്ത്രീകൾ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഒന്നാമത്തെ മദ്രസയാണ്. ഒരു കുട്ടി ഏറ്റവും അധികം അവനെ സ്വാധീനിക്കുന്നത്, അത് മകനായിക്കോട്ടെ മകളായിക്കോട്ടെ, അത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഉമ്മയാണ്. അപ്പൊ ഇത്രയും വലിയൊരു സ്ഥാനം സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ള ഒരു അംഗമാണ് സ്ത്രീ എന്നുള്ളത്. അവൾക്ക് അവളുടേതായിട്ടുള്ള ദീൻ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള വിധിവിലക്കുകൾ, ചട്ടക്കൂടുകൾ അത് കൃത്യമായി അവൾ പാലിക്കുന്നിടത്തോളം അവൾ മാത്രമല്ല സംരക്ഷിക്കുകയാവാം, മറിച്ച് ആ വീടും സംരക്ഷിക്കപ്പെടും, ആ വീട്ടിലെ മറ്റാളുകളും സംരക്ഷിക്കപ്പെടും, അവരുടെ കാര്യങ്ങളും നേരെയാകും എല്ലാം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, നീ ഒരു പുരുഷനെ നന്നാക്കിയാൽ നീ ഒരാളെ നന്നാക്കുക, നീ ഒരു പുരുഷനെ നന്നാക്കിയാൽ നീ ഒരാളെ നന്നാക്കുക, എന്നാൽ നീ ഒരു സ്ത്രീയെ നന്നാക്കിയാൽ നീ ഒരു സമൂഹത്തെ നന്നാക്കുക എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അത്രയും പ്രാധാന്യമുണ്ട് സ്ത്രീകൾക്ക് ഒരു സമൂഹത്തിൽ. അത് ശത്രുക്കൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വളരെയധികം അറിയുകയും ചെയ്യാം.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദീനുൽ ഇസ്ലാം നമ്മളോട് ഏറ്റവും കൂടുതൽ നസീഹത്തുള്ളത് അത് യൂറോപ്യൻ കൺട്രീസിനോ അല്ലെങ്കിൽ UN-നോ മറ്റേതെങ്കിലും അന്താരാഷ്ട്ര കൗൺസിലുകൾക്കോ മറ്റ് കാര്യങ്ങൾക്കൊന്നും അല്ല എന്ന തിരിച്ചറിവ് ഒരു മുസ്ലിമിന് ഏറ്റവും മിനിമം അവന്റെ ബുദ്ധി വെച്ചിട്ട് അവൻ ചിന്തിക്കണം. അവനോട് ഏറ്റവും അധികം ഗുണകാംക്ഷയുള്ളത് യൂറോപ്യൻ കൺട്രീസ് അല്ല, മറിച്ച് അതിനേക്കാൾ അവനോട് ഗുണകാംക്ഷ ഉണ്ടാവുന്ന ആർക്കാ? അള്ളാഹുനും അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണെന്നുള്ള ഏറ്റവും മിനിമം ബോധമെങ്കിലും ഒരു മുസ്ലിം സ്ത്രീക്ക് അല്ലെങ്കിൽ ആ സ്ത്രീയുടെ രക്ഷാധികാരിക്ക് ഉണ്ടാവണം. ഈ ഒരു ബോധം ഇല്ലാതെ പലതരത്തിൽ ദീനിലെ പല വിധിവിലക്കുകളും ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ വിധിവിലക്കുകളാണ്. ഇതൊക്കെ സ്ത്രീകളെ പുറകോട്ട് കൊണ്ടുപോകും, അവരെ ഉന്നമനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് അവരെ നമ്മൾ അടിച്ചമർത്തണം എന്നൊക്കെ പറയുമ്പോൾ പല മുസ്ലിം സ്ത്രീകളും അത് വിശ്വസിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരെന്താണ് അള്ളാഹുവിനെ പറ്റി റസൂലിനെ പറ്റി ചിന്തിച്ചു വെച്ചിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുസ്ലിം സ്ത്രീകളോട് റഹ്മത്ത് ചെയ്യുന്നതിനേക്കാൾ ഈ വിഭാഗങ്ങൾ, ഈ സംഘടനകൾ, ഈ രാജ്യങ്ങളൊക്കെ റഹ്മത്ത് ചെയ്യുമെന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്? മനസ്സിലാവുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഖൈർ ഇത്തരം സംഘടനകളും വിഭാഗങ്ങളും ഒരു മുസ്ലിം സ്ത്രീക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അവർ കരുതുന്നത്. ഒരിക്കലുമല്ല. മറിച്ച് ഇവർ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? എന്താ? സ്ത്രീകളിലേക്ക് എത്താനുള്ള സ്വാതന്ത്ര്യം. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് സ്ത്രീകളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചാലേ ഇയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ള സ്ത്രീകളിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ സ്ത്രീകൾക്കാണെങ്കിൽ ഇതിനെപ്പറ്റി കാര്യമായ ബോധ്യമില്ല. അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആളുകൾ സംസാരിക്കുന്നതാണ്, അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർ തെറ്റിദ്ധരിക്കപ്പെടുകയും ഇതിന്റെ പിന്നാലെ പോവുകയും ചെയ്യണം. ശ്രദ്ധിക്കണം, ഇത്തരം ചതിക്കുഴികൾ നമ്മളോട് പോരുത്. നിങ്ങളോട് ഏറ്റവും അധികം ഗുണകാംക്ഷയുള്ളത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടപ്പുകൾ. അതിനേക്കാൾ ഗുണകാംക്ഷയുള്ള ഒരാളും ഈ ദുനിയാവിലില്ല, ഒരു രാജ്യമില്ല, ഒരു ഭരണാധികാരിയില്ല. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില അധ്യാപനങ്ങൾ, അത് വളരെ വേഗത്തിൽ, ഒരുപാട് അധ്യാപനങ്ങളുണ്ട്. ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യണം ഞാൻ പറയാം. ഒന്നാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബുഖാരി മുസ്ലിമിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ. പുരുഷന്മാരോട് പറയാണ്, പുരുഷന്മാരെ സ്ത്രീകൾ ഉള്ള വീടുകളിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് നിങ്ങൾ പേടിക്കണം. എന്നുവെച്ചാൽ ഒരു വീട്ടിൽ സ്ത്രീയുണ്ട്, അവിടെ വേറെ ആരുമില്ല. അങ്ങനെ ഒരു വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? പേടിക്കണം, താക്കീത് ചെയ്യണം. അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലാഹു ആയത്തിൽ പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത് എന്നല്ല അള്ളാഹത്തിൽ പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയുമായിട്ട് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. അങ്ങനെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കരുത്, അങ്ങനെ പ്രവേശിക്കുന്നതിനെ പറ്റി നിങ്ങൾ പേടിക്കണം, ഗൗരവത്തിലെടുക്കണം. അപ്പൊ ഒരാൾ ചോദിക്കണം, ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികൾപ്പെട്ട ഒരു വ്യക്തി സംശയം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹമൂ. മൊത്തത്തിൽ ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയുടെ വീട്ടിലേക്ക് അങ്ങനെ പ്രവേശിക്കരുതെന്ന് പറയുമ്പോൾ ഹമു എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ സഹോദരൻ, അല്ലെങ്കിൽ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ സഹോദരി, ഇങ്ങനെയൊക്കെയുള്ള ഹമു എന്ന് പറയും. ഇവർ പ്രവേശിക്കുന്നതിന്റെ വിധി എന്താ? ഇവർ പ്രവേശിക്കുന്നതിന്റെ വിധി എന്താ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താ? നമ്മുടെ നാട്ടിൽ എന്താ പറയാ? ഈ ചോദ്യം നമ്മുടെ നാട്ടിലെ ഒരാളോട്, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ കയറി പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ പറയാ? എന്താ പറയാ? അവന്റെ കുടുംബമല്ലേ, അവരുടെ കുടുംബമല്ലേ, അവന്റെ പെങ്ങളല്ലേ, അവളുടെ ആങ്ങളല്ലേ എന്നിട്ട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അൽ ഹമു അൽ മൗത്ത്.
അങ്ങനെയുള്ള ഒരാൾ ഒരു സ്ത്രീയുമായിട്ട് സ്ത്രീയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അത് മരണമാണ്. അത് നിങ്ങൾക്ക് ഈ പല ആളുകളോടും ഇത്തരത്തിൽ പല വിഷയങ്ങൾ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകൾ അവരോട് സംസാരിച്ചാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഇത്തരം സംഭവങ്ങൾ നടക്കാൻ ഈ അടുത്ത ബന്ധങ്ങളാണ്. കാരണം എന്താ കാരണം അറിയോ? അകന്ന ബന്ധങ്ങളാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു വീട്ടിൽ വന്ന് കയറിയാൽ ആൾക്കാർ നോക്കി ശ്രദ്ധിക്കും, ഇയാളെന്താ ഇവിടെ, അല്ലെങ്കിൽ ഇവളെന്താ ഇവിടെ. പക്ഷെ അടുത്ത ബന്ധങ്ങളാണെങ്കിൽ അവന്റെ ആങ്ങളല്ല, അവന്റെ പങ്ങളല്ലേ, അതെന്ത് ചെയ്യും? അവർക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് മറ്റെന്തെങ്കിലും വൃത്തികേടുകൾ നടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് എത്രയധികം ശക്തമായി താക്കിയത്. അവർ ഉപയോഗിച്ച വാക്ക് മരണമാണ്. അത് ഒരാളെ നശിപ്പിക്കുന്നതിലേക്ക് എത്തിക്കും. വളരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു സ്ത്രീയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് മദീന പള്ളി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ വരുന്നു. അവർ മദീനക്കാരി പോലുമല്ല, മദീനത്തിന്റെ പുറത്തുള്ള ഒരു ഗ്രാമത്തിലുള്ള സ്ത്രീയാണ്. ആ ഗ്രാമത്തിൽ നിന്ന് ജമാഅത്തിന് സമയം നോക്കി കണക്കാക്കി എന്ത് ചെയ്യും? അവർ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കാൻ കണക്കാക്കി വരും. എല്ലാ ജമാഅത്തിനും പങ്കെടുത്ത് വരികയാണ്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുന്നൊരു വാക്കുണ്ട്, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് നീ നമ്മൾ ശ്രദ്ധിക്കുന്നത് പറയുന്നത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതും മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് പറയാം. മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്ന ശേഷം നമുക്കറിയാം, ആ മദീന പള്ളിയിൽ വെച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ഈ പള്ളിയിൽ എന്റെ പുറകിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് അഫ്ളലായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്, കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്താ? നീ നിന്റെ നാട്ടിലെ നിന്റെ ഗ്രാമത്തിലെ പള്ളിയിൽ നിസ്കരിക്കണം. മദീന പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നീ നിന്റെ ഗ്രാമത്തിൽ നിന്റെ ഗ്രാമത്തിലെ പള്ളിയിൽ നിസ്കരിക്കുന്ന നിനക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ. എന്നിട്ടോ നീ നിന്റെ ഗ്രാമത്തിലെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടുക എവിടെയാണ്? നീ നിന്റെ വീട്ടിൽ നിസ്കരിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നീ നിന്റെ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് പ്രതിഫലം കിട്ടാൻ നീ നിന്റെ മുറിയിൽ നിസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. സ്ത്രീകൾക്ക് പള്ളിയിൽ വരിക, ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളതിനേക്കാൾ അവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നതായി പഠിപ്പിച്ചത് അവരുടെ വീടുകൾ നിസ്കരിക്കണം. മദീന പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം അവർക്ക് അവരുടെ വീടിൽ നിസ്കരിച്ചാൽ കിട്ടുമെങ്കിൽ പിന്നെ ഏത് പള്ളികളാണ് അതിനേക്കാൾ പ്രതിഫലമുള്ളത്? മറ്റേതെങ്കിലും പള്ളികളുണ്ടോ? അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വഖർന ഫീ ബുയൂതികുന്ന, അവർ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ത്രീകളെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് അത് വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രമാണ്. ഇനി പുറത്തു പോകുമ്പോൾ തന്നെ അതിൻ്റെതായ മര്യാദകൾ പാലിക്കണം. ഒന്നാമത്തെ കാര്യം എന്ത്? മറ്റുള്ളവർ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു കാര്യം അവരുണ്ടാവാൻ പാടില്ല. അത് പാദസരം, ഇരിങ്ങുന്ന ശബ്ദമുള്ള കാൽ ധരിക്കുന്ന പാദസരം, അതുപോലെ തന്നെ അത് ശബ്ദം കൊണ്ട്, മണം കൊണ്ടാണെങ്കിൽ ഈ സുഗന്ധം പൂശാം. പഠിപ്പിച്ചത് ഒരു സ്ത്രീ അവളുടെ വീട്ടിൽ നിന്ന് സുഗന്ധം പൂശി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവൾ വ്യഭിചാരിണിയാണ് പഠിപ്പിച്ചത്. അവൾ വ്യഭിചാരിണിയാണ് പഠിപ്പിച്ചത്. തന്നിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കണം, എന്നെ നോക്കണം, ഇത് എന്നത്തെ സ്ത്രീകളുടെ മെന്റാലിറ്റിയാണ്. അവർ പരമാവധി പല ഭാഗങ്ങളും കാണിക്കുന്നത് പലതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, തന്നിലേക്ക് മറ്റുള്ളവർ നോക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മുസ്ലിം സ്ത്രീ അങ്ങനെയല്ല. മുഅ്മിനത്തായ സ്ത്രീയുടെ മെന്റാലിറ്റി അങ്ങനെയല്ല. എങ്ങനെയെങ്കിലും എന്നെ ആരും കാണാതിരിക്കണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുക. അവർ
അപസ്മാരം പിടിച്ച സ്ത്രീ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാർക്ക് ഒരു കറുത്തൊരു സ്ത്രീയെ കാണിച്ചു കൊടുത്തിട്ട് പറയാം, നിങ്ങൾക്ക് സ്വർഗക്കാരിൽപ്പെട്ട ഒരു സ്ത്രീയെ കാണിച്ചേരട്ടെ. അവർ പറഞ്ഞു തീർച്ചയായും കാണിച്ചേരണം. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് അത് ആ ഒരു സ്ത്രീയാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ഈ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ശക്തമായി അപസ്മാരം ബാധിക്കാറുണ്ട്. ഈ അപസ്മാരം ഇത് ഭേദമാക്കി തരാൻ താങ്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? ഞാൻ വേണമെങ്കിൽ ദുആ ചെയ്യാം, അങ്ങനെ ആ റബ്ബ് നിനക്ക് അപസ്മാരം മാറ്റി തന്നേക്കാം. പക്ഷേ നീ ക്ഷമിച്ചാൽ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ സ്ത്രീ എന്താ പറഞ്ഞ? എങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം, എങ്കിൽ ഞാൻ ക്ഷമിച്ചോളാം. പക്ഷേ ശ്രദ്ധിക്കണം, സ്ത്രീകൾ ശ്രദ്ധിക്കണം. ആ സ്ത്രീ പറയുന്നത് അപസ്മാരം ബാധിക്കുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ നമുക്കറിയാലോ, പല ആളുകൾ പലതരത്തിലായി പോകും, സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ ആയി പോകുമ്പോൾ എൻ്റെ വസ്ത്രം എൻ്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആകാതിരിക്കാൻ നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കാം. ആലോചിച്ച് നോക്കി, അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ ആയിപ്പോയാൽ അവർ റബ്ബ് ശിക്ഷിക്കൂല, വിചാരണ ചെയ്യൂല. എന്നിട്ട് പോലും ആ സന്ദർഭത്തിൽ പോലും അവരുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാഗം വസ്ത്രം മാറിയിട്ട് ആ ഭാഗം ആളുകൾ കാണുന്നത് സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ഈ വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്ന അതിന്റെ ഇടയായ സംഭവം, ആ ചരിത്രം വലിയൊരു സംഭവമാണ്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിപ്പോയി മരച്ചോട്ടിൽ ഇരുന്നിട്ട്. അങ്ങനെ സഫാ റളിയല്ലാഹു അൻഹ പിന്നാലെ വന്ന് ആയിഷയാണെന്ന് ഹിജാബിന്റെ മുഖം മറയ്ക്കുന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആയിഷയാണെന്ന് മനസ്സിലായി. ആയിഷയാണെന്ന് മനസ്സിലായി അറിയാതെ പെട്ടെന്ന് ബേജാറ് കൊണ്ട് ഉറക്കി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് സഫ്വാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ശബ്ദം കേട്ടപ്പോൾ ആയിഷ തന്നെ എഴുന്നേറ്റ് ഉടനെ എന്താ ചെയ്തത്? മുഖം മറച്ചു. തന്നെ ഒരാളും എങ്ങനെ കാണാതിരിക്കണം, എങ്ങനെയൊക്കെ മറ്റുള്ള ആളുകൾ കണ്ണിൽ പെടാതിരിക്കാം എന്നുള്ളതാണ് മുസ്ലിം സ്ത്രീ ശ്രദ്ധിക്കാം. അങ്ങനെയാണ് ചിന്തിക്കാം. ഇനിയിപ്പോ പുറത്തിറങ്ങി കാണുന്ന ഒരവസ്ഥ വന്നാൽ, അങ്ങനത്തെ ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെയും ഒരാൾക്കും ഒരു പുരുഷനിലും തന്നിൽ എങ്ങനെ ആകർഷണം തോന്നാതിരിക്കാം എന്നാണ് ഒരു സ്ത്രീ ചിന്തിക്കേണ്ടത്. ആ രൂപത്തിലുള്ള വസ്ത്രത, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഹിജാബുകൾ അത് ധരിക്കുന്നതിന് ഷുറൂത്ത്, നിബന്ധനകൾ എണ്ണി പഠിപ്പിച്ചതുകൊണ്ട് ഹിജാബിന് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിന് നിബന്ധനകൾ എണ്ണി പഠിപ്പിച്ച, ഷുറൂത്തുകൾ എണ്ണി പഠിപ്പിച്ചതുകൊണ്ടാണ്. ആ നിബന്ധനകളൊക്കെ പാലിക്കപ്പെടുമ്പോഴാണ് എന്താണ് അത് ഹിജാബാവുള്ളൂ. പലരുടെ വിചാരം എന്താ? കറുത്ത ഒരു നീളത്തിലുള്ള വസ്ത്രം ധരിച്ച ഹിജാബായി. പലരുടെയും പർദ്ദ പോലും ഷെയ്പ്പ് ചെയ്ത് പർദ്ദ ധരിക്കുന്നത്, മുഖം മറയ്ക്കുന്നത്, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കാണാതെ മറച്ചു വെക്കുന്നത് തന്നിൽ മറ്റൊരാൾക്ക് ആകർഷണീയത തോന്നാതിരിക്കാനാണെന്നുള്ളതിന് എതിരാകുന്ന കാര്യമാണ് എന്ത്? പർദ്ദ പിന്നെ ഷെയ്പ്പാക്കുക. പിന്നെന്തിനാ പെണ്ണ് പർദ്ദ ഇടുന്നത്? എന്തിനാ? ആ പർദ്ദ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണ്? ഈ രൂപത്തിൽ കൃത്യമായ അതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു സ്ത്രീ പുറത്തിറങ്ങേണ്ടി വന്നാൽ തന്നെ എന്ത് ചെയ്യേണ്ടത്? ഇറങ്ങേണ്ടത്. ഈ കൃത്യമായ കാര്യങ്ങളൊക്കെ പാലിച്ചിട്ടായിരിക്കണം. ഒരിക്കലും ഒരാൾക്കും അവരിലേക്ക് ഒരു ആകർഷണീയതയും തോന്നാത്ത രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അത് ശബ്ദം കൊണ്ടുണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ കിരിങ്ങുന്ന പാദസരം പോലത്തെ ആഭരണങ്ങൾ ധരിക്കാതെ, ഇനി സംസാരിക്കേണ്ടി വന്നാൽ സംസാരത്തിന്റെ സ്വരം കടുപ്പിച്ചിട്ട് വേണം ചെയ്യാൻ സംസാരിക്കാൻ. സ്ത്രീകളുടെ സാധാരണ കൊഞ്ചിക്കൊള്ള സംസാരം ഏതെങ്കിലും ആളുകളോട് സംസാരിക്കാൻ പാടില്ല. പറയുന്നുണ്ട്, നിങ്ങൾ വാക്ക് എന്ത് ചെയ്യരുത്? മയപ്പെടുത്തരുത് അന്യപുരുഷന്മാർ സംസാരിക്കുമ്പോൾ.
അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത് ശബ്ദം, അതുപോലെ തന്നെ മണം എന്ന് പറഞ്ഞു. പലപ്പോഴും പള്ളിയിൽ വരുന്നതിനെ പറ്റി പോലും വിലക്കുന്നുണ്ട്. ഒരു ദിവസം ഇശാ നിസ്കാരം നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഏതെങ്കിലും സ്ത്രീകൾ ബുഖൂർ എന്ന് പറഞ്ഞാൽ അറബികൾ ഇങ്ങനെ അത്ര ഒരു പുക പുകച്ചിട്ട് ഇങ്ങനെ വസ്ത്രത്തിനാക്കുന്നത്, അത് ഏതെങ്കിലും സ്ത്രീകൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഈ പള്ളിയിലേക്ക് ഇശാ നിസ്കരിക്കാൻ വരരുതെന്ന് പറഞ്ഞു. വരരുതെന്ന് പറഞ്ഞ വിലക്കാണ്. അപ്പോ ഇത് മണത്തിന്റെ വിഷയം, അതുപോലെ നേരത്തെ പറഞ്ഞ വിഷയം വ്യഭിചാരിണിയാണെന്നാണ് സുഗന്ധം പുരട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് മസിയെ പറ്റി എക്സംഭാസം വിശേഷിപ്പിച്ചു. കാഴ്ചയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ വസ്ത്രധാരണത്തിന്റെ വിഷയം. തൻ്റെ ശരീരഭാഗത്തിന്റെ വടിവുകൾ, അതിന്റെ ഷേപ്പ്, ഇതൊന്നും മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണം. ആ വസ്ത്രത്തിനും പരമാവധി ആകർഷണീയത കുറയുന്ന രൂപത്തിൽ തൻ്റെ ഭാഗങ്ങളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കണം. സ്ത്രീകളുടെ അവയവങ്ങളിൽ ഏറ്റവും അലങ്കാരമുള്ള, ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്നുള്ളത് അവരുടെ മുഖമാണ്. ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്നുള്ളത് അവരുടെ മുഖമാണ്. പല സ്ത്രീകൾക്ക് അത് അറിയില്ല. എല്ലാം മറച്ചിട്ടുണ്ടാവും, കാലടക്കം മറച്ചിട്ടുണ്ടാവും, പക്ഷെ മുഖം തുറന്നിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം. ഒരു മദ്ഹബിലോ, ഹനഫി മദ്ഹബിലോ, മാലിക്കി മദ്ഹബിലോ, ഷാഫി മദ്ഹബിലോ, ഹംബലി മദ്ഹബിലോ, ഒരു മദ്ഹബിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണെന്ത്? സ്ത്രീകൾ മുഖം മുറക്കൽ അവരെ കൊണ്ട് ഫിത്തന ഉണ്ടാകുമെന്ന സാഹചര്യമാണെങ്കിൽ നിർബന്ധമാണെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ചില അപൂർവം ചില സന്ദർഭങ്ങൾ, അത് ഫിത്തനയില്ലാത്ത അങ്ങനത്തെ ചില മസലകൾ, അപൂർവം ചില കാര്യങ്ങളിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ സ്വഹാബത്തിനിടയിൽ ചെറിയ പെൺകുട്ടികളും അടിമ സ്ത്രീകളും അല്ലാത്ത ബാക്കി ആരും മുഖം മറയ്ക്കാത്തവരുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരുമില്ല. ഒരു മദ്ഹബിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് സ്ത്രീകൾ മുഖം മറയ്ക്കൽ നിർബന്ധമാണെന്നുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നമുക്കത് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്. ഇന്നത്തെ അമേരിക്കയോ അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലെടുത്ത് നോക്കിയാൽ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇത്തരം വിധിവിലക്കുകൾ സ്ത്രീകളുടെ കൂടിക്കലത്തിലും അവരുടെ ജോലിയിലും വിദ്യാഭ്യാസത്തിൽ ഒക്കെ ശ്രദ്ധിക്കാതെ നമ്മൾ ഇതൊക്കെ പരിഗണിക്കാതെ വിട്ടുകളഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അതിന്റെ പര്യവസാനമില്ല. നമ്മൾ നോക്കിയാൽ മതി. ഇന്ന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടതാണ് ഒരു വീഡിയോ. അതിലൊരു ചെറുപ്പക്കാരൻ, അവന്റെ കയ്യിൽ എപ്പോഴും ഒരു ഫോട്ടോ കരുതിയിട്ടാണ് എല്ലാവരും പോകുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ഫോട്ടോ ഉണ്ട്. ഈ ഫോട്ടോയിൽ ഇവന്റെ അമ്മയുടെ ബോയ് ഫ്രണ്ട്, ഇവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ കുട്ടിയും ഈ അമ്മയുടെ ബോയ് ഫ്രണ്ടും കൂടെ ഇരുന്ന് എടുത്ത ഒരു ഫോട്ടോ, ഈ ഫോട്ടോ അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതെ ഇവന് അറിയില്ല, ഇവന്റെ വാപ്പയായിരുന്നു അവൻ അറിയില്ല. ഇവന്റെ വാപ്പാനെ കണ്ടുപിടിക്കാണ് പെടാപ്പാടില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഇതുപോലത്തെ രൂപമുള്ള ഒരാളെ കണ്ടപ്പോൾ ഇയാൾ പെട്ടെന്ന് ആ ഫോട്ടോ എടുത്ത് നോക്കുകയാണ്, ഇയാൾ തന്നെയാണോ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് നമ്മുടെ വാപ്പയാരാണെന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവുന്നത്. ഈ അവസ്ഥയിലേക്കല്ലാതെ പിന്നെ എന്തിനേക്കാണ് എത്തുക? ഇത്തരം വിധിവിലക്കുകൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഒരു തലമുറ ഇതുപോലത്തെ ഉണ്ടാവും. സ്വന്തം വാപ്പയാരാണെന്ന് ചോദിച്ചാൽ ആരാണെന്ന് പറയാൻ, ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്തൊരു തലമുറ വളർന്നു വരുന്നതല്ലാതെ ഇത്തരം യൂറോപ്യൻസ് അതുപോലെ തന്നെ അവരുടെ കൾച്ചറുകൾ അതിനെ ട്രെൻഡായിട്ടും ഫാഷനായിട്ടും കൊണ്ടു നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ദീനിന്റെ വിധിവിലക്കുകൾ ഇത്തരം കാര്യങ്ങളിൽ പാലിച്ചിട്ടില്ലെങ്കിൽ ഇതേ ഗതി തന്നെയാണ്. അവർക്കത് മടുത്ത് അവരതിൻ്റെ എല്ലാ വൃത്തികേടുകളും ചവറ്റുകൊണ്ടേക്ക് വലിച്ചെറിഞ്ഞ ആ വൃത്തികേടുകളാണ് ഇന്ന് വലിയ കാര്യങ്ങളായിട്ട്, കൾച്ചറായിട്ട് വലിയ പുരോഗമനമായിട്ട് ഇന്നിവിടെ അവർ ചവച്ച് തുപ്പിയത് ഇവിടെ എന്ത് ചെയ്യുക, കോരിക്കുടിക്കുക. വലിയ പുരോഗമനം എന്നുള്ള രൂപത്തിൽ സ്ത്രീ ശാക്തീകരണം എന്നുള്ള പേര് ശ്രദ്ധിക്കണം.
അവരൊന്നും അള്ളാഹുവിനെയും അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അത്ര നമ്മൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്ന ആളുകളല്ല. അള്ളാഹു അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് ഖൈർ ഉദ്ദേശിക്കുന്നില്ല, അതിനേക്കാൾ നമ്മൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്ന മറ്റാരുമില്ല. ഈ ഒരു ബോധം നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൃത്യമായ തിരിച്ചറിവ് നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ വേണ്ടതുണ്ട്. അതല്ലാതെ എല്ലാ ആളുകളും എന്താ പറയുക പ്രചരിപ്പിക്കുന്നത് പോലെ ജോലി ചെയ്യുന്നിടത്തും പഠിക്കുന്നിടത്തും എല്ലായിടത്തും സ്ത്രീകളാണ്. ആ രൂപത്തിലുള്ളൊരവസ്ഥ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പാടില്ല എന്നല്ല കേട്ടോ എന്നെ പറഞ്ഞ അർത്ഥം. പക്ഷെ അതിന് അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ഇപ്പൊ മൂസ അലൈഹിസ്സലാം അദ്ദേഹം മദീനയിലേക്ക് കടന്നപ്പോൾ 2 സ്ത്രീകൾ അവിടെ ആടിന് വെള്ളം കൊടുക്കാൻ, ആടിനെ വയ്ക്കാൻ പറയുന്നത് ജോലിയാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ജോലി തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ അവസ്ഥ എന്താ. അവരവിടെ ആ ആട്ടിടയന്മാർ വെള്ളം കോരി കൊടുക്കുന്നതിന് ഇടയിലേക്ക് കടന്നു പോകുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അവരത് തീരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പുരുഷന്മാരുമായിട്ട് കൂടി കലരുന്നില്ല എന്ന് മാത്രമല്ല, അവരെന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയത്? അവരുടെ വാപ്പാക്ക് വയ്യാത്തവരാണ്. പുരുഷന്മാർക്ക് ഉപജീവനം തേടാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ, അത് മാത്രമല്ല വീട്ടിൽ ദാരിദ്ര്യമാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ പരിഗണിച്ച് വേറെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ദീനിന്റെ മറ്റ് അതവുകളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ സ്ത്രീകൾ ജോലിക്ക് പോവാവൂ. അല്ലേ? നബിസല്ലല്ലാഹു ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഹജ്ജിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് തവാഫ്. ഇന്നത്തെ തവാഫ് ചെയ്യുന്ന സ്ത്രീകൾ എവിടെ ഉണ്ടാവുക? എവിടെയുള്ളത്? ഹജർ അസ്വദിനടുത്ത്, മത്താഫിന്റെ ഉള്ളിൽ, കഅബയുടെ തൊട്ടടുത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്യാൻ കൽപ്പിച്ചത് എവിടെയെന്നറിയോ? സ്ത്രീകളെ. പുരുഷന്മാർ നിൽക്കുന്നതിന് അപ്പുറത്ത്. ഹദീസിൽ വ്യക്തമാണ് എത്രത്തോളം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്ത്രീകൾക്കായി നിശ്ചയിച്ച ബൗണ്ടറി ഒരു പുരുഷൻ കയറിയപ്പോൾ ആ പുരുഷനെ പിടിച്ചടിച്ചിട്ടുണ്ട് ചാട്ടവാറുകൊണ്ട്. പുരുഷന്മാർ ആണ് കഅബയുടെ തൊട്ടടുത്തുണ്ടാവുക. സ്ത്രീകൾ അവർ നിൽക്കുന്നതിന് അപ്പുറത്ത് പുറകിലാണ് എന്ത് ചെയ്യേണ്ടത്? നിൽക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് വിധിവിലക്കുകളുണ്ട് ദീനിൽ. ഇതൊക്കെ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത് ഈ ഒരു കോടിക്കലവിൽ എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. വലിയ അപകടമുണ്ടാക്കുന്ന, മോശമായ അന്തരഫലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ അടിമകളാണെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക്, നാട്ടുകാരുടെ താല്പര്യങ്ങൾക്കൊന്നും അല്ല നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ളത്. മറിച്ച് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല താല്പര്യങ്ങൾക്കാണ്. അത് നമ്മൾക്ക് ഇഷ്ടമുള്ളതിൽ മാത്രമല്ല, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടം അതിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കൽ അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലയ്ക്ക് നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാ ദീനിന്റെ വശങ്ങളിലും ഓരോ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ